ഏലത്തൂർ കൊലപാതകത്തിൽ പ്രതി വൈശാഖനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ് റഹ്മാൻ, വളരെ ക്രൂരമായിട്ടാണ് ഈ പ്രതി വൈശാഖൻ തൻ്റെ പ്രണയിനി കൂടിയായ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ആ മൃതശരീരത്തെ പോലും പീഡിപ്പിച്ച സംഭവം പോലും ഉണ്ടായി. ഇപ്പോൾ പ്രതിയെ കൊണ്ടുവരികയാണോ? മരിക്കാൻ പറ്റാത്തതിൽ ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതിയായിട്ടുള്ള വൈശാഖന്റെ ഇൻഡസ്ട്രിയിലാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതായത് വൈശാഖന്റെ സുഹൃത്തായിട്ടുള്ള യുവതിയെ കൊല ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. അല്പസമയം മുൻപ് പ്രതിയായിട്ടുള്ള വൈശാഖന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. നമ്മൾ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വൈശാഖന്റെ പ്രതികരണം ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ വൈശാഖനോട് ചോദിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ യുവതിയെ കൊല ചെയ്തത് വൈശാഖൻ തന്നെയാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി വൈശാഖൻ പറഞ്ഞിട്ടുള്ളത്, അതായത് ആത്മഹത്യ ചെയ്യാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ വിവരങ്ങളൊക്കെ തന്നെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ കുറ്റബോധമുണ്ട് എന്ന കാര്യവും ഇപ്പോൾ പ്രതി വൈശാഖന്റെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, അതിപൈശാചികമായിട്ടാണ് വൈശാഖൻ ഈ യുവതിയെ കൊല ചെയ്തിട്ടുള്ളത്. അതായത് ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിൽ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കഴുത്തിൽ കുരുക്കിടുന്ന ഘട്ടത്തിൽ യുവതിയുടെ സ്റ്റൂള് തട്ടിമാറ്റുകയും ആത്മഹത്യയിൽ ജീവൻ പോകുന്ന ഘട്ടത്തിൽ, ആ പെടയുന്ന ഘട്ടത്തിൽ പോലും ലൈംഗികമായി പീഡിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്ത് അതിക്രൂരമായിട്ട് കേരളം സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിൽ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം ഈ ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു സംഭവം നടന്ന ഘട്ടത്തിൽ അത് ഈ പ്രദേശത്തുള്ള ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതി ഈ കൊലപാതകം ചെയ്തതിന് തൊട്ടുപുറകെ ഭാര്യയെ വിളിച്ചു വരുത്തുന്നു. ഭാര്യയെ വിളിച്ചു വരുത്തി ഇവിടെ നിന്നും വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് പോലീസിന് ഇന്റിമേഷൻ പോകുന്നു. ഉടൻ തന്നെ പോലീസ് ഈ ഇൻഡസ്ട്രിയിൽ എത്തുകയും ഇൻഡസ്ട്രിയിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഈ ഇൻഡസ്ട്രിക്കുള്ളിൽ CCTV ദൃശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. ആ CCTVയിൽ ഈ കൊലപാതകം നടത്തുന്നതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും വിത്ത് ഓഡിയോ ആണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മരണം നടന്ന് അടുത്ത ദിവസം തന്നെ പ്രതിയായിട്ടുള്ള വൈശാഖനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഒരു മാധ്യമം എന്ന നിലക്ക് നമുക്ക് ണ്ട്. കാരണം ഇതിൽ പോക്സോ വകുപ്പ് ചുമത്തുന്നതാണ്. ഈ പ്രതി ഈ പെൺകുട്ടിയെ 16 വയസ്സ് മുതൽ പീഡിപ്പിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ ഈ ഘട്ടത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇതിൽ പോക്സോ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതിന്റെ പല വിശദാംശങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ സാധിക്കുകയുമില്ല. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് പ്രതി വൈശാഖൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അല്പസമയം മുൻപ് വൈശാഖൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്ക് കുറ്റബോധമുണ്ട്, താൻ ആത്മഹത്യ ചെയ്യാൻ, അതായത് ഈ യുവതിയെ വൈശാഖൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത് ഈ യുവതിയും വൈശാഖനും. ഓക്കെ, ഇപ്പോൾ ഷഹദാണ് ആ വിവരങ്ങളുള്ളത്. തെളിവെടുപ്പ് നടത്തി എലത്തൂരിൽ പ്രതിയുമായിട്ട് തെളിവെടുപ്പ് നടക്കുകയാണ്. ഷഹദാണ് വിവരങ്ങൾ നൽകിയത്. വൈശാഖൻ അത്ര മൃഗീയമായിട്ടാണ്, പൈശാചികമായിട്ടാണ് ആ യുവതിയെ കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയതിനു ശേഷവും ലൈംഗിക തൃഷ്ണയോടുകൂടി സമീപിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.